ഹായ് ജേനി ചേച്ചി. എന്തോ ഹായ് 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 ചേച്ചി സുഖമാണോ? രേണു ചുതി എലക്ഷൻ ദിനമാണിന്ന്. വോട്ടൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുക. രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോകൾ മാത്രമല്ല, ഇന്നത്തെ ദിവസം രേണു ചുതിയെ പറ്റി സംസാരിച്ചേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ തുടക്കത്തിലേ ഒരു ഡിസ്ക്ലെയിമർ. രേണു സുതി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ ഇപ്പം തന്നെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തേക്ക്. നമ്മുടെ ചാനലിൽ രേണു ചുതി മാത്രമല്ല, വേറെയും ഒരുപാട് കോണ്ടന്റുകൾ വരാറുണ്ട്. ആ കോണ്ടന്റുകളൊക്കെ നിങ്ങൾ കാണുക. കാരണം ചില ആളുകൾക്ക് ഈ സ്ത്രീയുടെ മോന്തായം കാണുന്നതേ ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ചെയ്യുക. ഇന്ന് ഇലക്ഷൻ ദിനം. രേണു ചുതി വോട്ട് ചെയ്യാൻ ചെന്നായിരുന്നേ. ആരും കല്ലൊന്നും വലിച്ചെറിഞ്ഞില്ല. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത്, ചില സെലിബ്രിറ്റികൾ, നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ന് വോട്ടിംഗ് ബൂത്തിൽ, പൃഥ്വിരാജ്, ടോവിനോ, ഇവരൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയക്കാരും മെയിൻ സ്ട്രീം ചാനലുകാരും ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. മനസ്സിലാക്കാം. ഈ രേണു സുതിയൊക്കെ ചെല്ലുമ്പോൾ എന്തിനാടേ ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്നത്? രേണു സുതിയെ തന്നെ കൊളാബ് ചെയ്തുകൊണ്ട് ഒരു ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ നിങ്ങൾക്ക് അതിവിടെ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാമേ. ഇതൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് താരമായിരുന്ന രജിത് സാറൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുള്ളി പറയുന്നതൊക്കെ. നമ്മളെല്ലാവരും അത് കേട്ടിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായം, പുള്ളി പറയുന്നതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം, അത് നിങ്ങൾ കേട്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടേ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഹായ് ജേനി ചേച്ചി. എന്തോ ഹായ് 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 ചേച്ചി സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നതാ. വോട്ട് ചെയ്യട്ടെ. വോട്ടോ ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മിറർ ചെയ്തേ ഞാൻ ആ ചാനലിൻ്റെ പേര്, ലൈക്ക് നമ്മുടെ അവരുടെ എംബ്ലം പോലും കാണിക്കുന്നില്ല. അവരുടെ എന്താണ് പറയുക, ഈ ഒന്നും കാണിക്കുന്നില്ല. പേര് നിങ്ങൾ അറിയണ്ട. പക്ഷെ നിങ്ങളിൽ ബോധമുള്ളവർക്ക് രേണുവിൻ്റെ അക്കൗണ്ടൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ചാനലിൻ്റെ പേര്. ഞാൻ ആ ചാനലിൻ്റെ എതിരെയൊന്നും അല്ല വീഡിയോ ചെയ്തത്. അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു രേണുവിന് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് കാണും ഈ ചാനലുമായിട്ട്. കാരണം രേണു എവിടെ പോയാലും ഈ ചാനലുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ അഹാന, അവരൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മെയിൻ സ്ട്രീം ചാനലുകാരും ഓൺലൈൻ മീഡിയക്കാരും ഒക്കെ ചെല്ലുന്നുണ്ട്. ഇലക്ഷനെ പറ്റി ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ സംസാരിക്കാൻ അറിയാം. ഈ രേണു ഒക്കെ പോകുമ്പോൾ എന്തിനാണ് ഇലക്ഷനൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ എന്തിനാ ഈ ബൂസ്റ്റ്? രേണുവിൻ്റെ വീട്ടിലും എവിടെ ചെന്നാലും ഈ ചാനലൊക്കെ ഉണ്ട്. എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കല്ലേ ആ സ്ത്രീക്ക്. ഇങ്ങനെ കൊടുക്കരുതേ. അത് ഒരുപാട് നമ്മുടെ സമൂഹത്തിനോട് നമ്മൾ ചെയ്യുന്നൊരു തെറ്റ് തന്നെയാണ്. ഇതിപ്പം നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും, നിങ്ങളൊക്കെ പിന്നെ പ്രൊമോഷൻ അല്ലേ കൊടുക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷനും അല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇതൊരു നമ്മൾ തെറ്റായിട്ടുള്ള, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം കണ്ടപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുക. ഒരിക്കലും അതിനെ ഒരു പ്രൊമോഷനായിട്ട് കണ്ട് നിങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ചെയ്യരുത്. പ്രത്യേകിച്ച് അവർ നെഗറ്റീവ് റീച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അവർക്ക് പൈസ വേണം, അവർ ജീവിക്കട്ടെ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഈ അടുത്തായിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങി കാണിക്കുന്ന അപരാധങ്ങൾ, അത് ഇവർ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. അവർക്കെതിരെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് താരം രജിത് കുമാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കേൾക്കണം. ആ വ്യക്തിയോട്, അല്ലെങ്കിൽ അയാൾ പറയുന്ന എല്ലാ കാര്യത്തോടൊന്നും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാലും ഇപ്പോൾ ഈ വ്യക്തി ഈ പറയുന്ന കാര്യം, അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇത് നാളെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ ബാധിക്കും. വരും തലമുറയെ നല്ല രീതിയിൽ ബാധിക്കും. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നൊരു തരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നാട് തന്നെ മുടിഞ്ഞു പോകും. ഒന്നാമത് ഈ രാഷ്ട്രീയം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നാട് ഒരു സൈഡിൽ കൂടെ മുടിയുന്നുണ്ട്. പിടികിട്ടിയോ? അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഉപയോഗിച്ചാൽ, നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സ്ഥലം തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. പക്ഷേ അതിനെ ഭയങ്കരമായിട്ട് വൾഗറാക്കി ഈ അടുത്തായിട്ട് കൊണ്ടുപോകുന്ന കുറേ ആളുകളുണ്ട്. പൈസ ഉണ്ടാക്കിക്കോട്ടെ, ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം തന്നെ രേണു സുതി മന്ത്ലി ഒരു 5 ലക്ഷത്തിന് മേളിൽ അവരുണ്ടാക്കുന്നുണ്ട്. നല്ല കാര്യം. പൈസ വേണോ അവർക്കും? അല്ലാതെ അവർക്കാർക്കും നമ്മളാരും കൊണ്ട് കൊടുക്കത്തില്ല. അവർക്ക് പൈസ വേണം.
പക്ഷെ എന്ന് വെച്ചിട്ട് അങ്ങ് അപരാധിക്കരുത്. പ്രത്യേകിച്ച് ഇവരെ ഈ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ചില ഓൺലൈൻ മീഡിയക്കാർ, അവരും നിങ്ങൾക്കും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാം. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ തുമ്മിയാലും തൂറിയാലും ഒക്കെ ഇവരുടെ പുറകെ നടക്കുന്ന പരിപാടി നിർത്ത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി രജിത് സാറ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കുന്നതാണ് കുറച്ചും കൂടെ ഉചിതം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ധൈര്യത്തോടെ പറഞ്ഞു. ഇനി രജിത് സാറ് പറയുന്നത്. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. പലരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. അങ്ങനെ മലയാളി, നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചു പേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 2 വാക്ക് പറയാൻ പോകുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾക്കും, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷേ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. പറയാം. സോഷ്യൽ മീഡിയയിൽ കണ്ട കാഴ്ചയെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം, ഈ അപ്പുറത്തെ വീട്ടിലെ കൊച്ചു നന്നായിട്ടിരിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലെ കുട്ടി നന്നായിട്ടിരിക്കണം, അതേ എല്ലാ വീട്ടുകാരും ആഗ്രഹിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഭൂരിഭാഗം പേരും. അല്ലാതെ അപ്പുറത്തെ വീട്ടിലൊരിക്കലും നല്ലൊരു കാര്യം നടന്നു എന്ന് പറഞ്ഞ് ഇപ്പുറത്തെ വീട്ടുകാർ സന്തോഷിക്കുന്ന അതൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയാലോ. നിങ്ങൾ സമ്മതിക്കണം, അത് നിങ്ങൾ സമ്മതിക്കണം പ്രിയപ്പെട്ടവരെ. അല്ല, ഞങ്ങൾ അങ്ങനല്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ മനസ്സ് തൊട്ടൊരിക്കലും നമുക്കത് പറയാൻ പറ്റത്തില്ല. നമ്മൾ നന്നായി കിടക്കണം, അപ്പുറത്തെ വീട്ടുകാരെക്കാട്ടിലും ഒരു പടിയെങ്കിലും നമ്മൾ നന്നായി കിടക്കണമെന്നേ എല്ലാ വീട്ടുകാരും ആഗ്രഹിക്കുകയുള്ളൂ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയും, ഓക്കെ, ഞാൻ പറയും. കാരണം ദിസ് ഈസ് യൂഷ്വൽ സൈക്കോ. ഞാൻ പറയും, അതാണ് സത്യം. നമ്മൾ നന്നായിട്ടിരിക്കണം. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും നമ്മുടെ വീട്ടിലേക്ക് വെച്ച് നന്നായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഒരു പോലീസുകാരനും ആഗ്രഹിക്കത്തില്ല. കാണും, 1 or 2 പേരൊക്കെ കാണും, അത്രേ ഉള്ളൂ. അല്ലേ? സത്യമല്ലേ അത്? നിങ്ങൾ പറയണം. എനിക്കിതിനൊരു ഉത്തരം വേണം. നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഉത്തരം വേണം. ഈ വീഡിയോ കാണുന്ന 10 പേരാണെങ്കിൽ 10 പേരും പ്ലീസ് നിങ്ങൾ പറയൂ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇനി സോഷ്യൽ മീഡിയയിലെ ഒരു വിന, അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കിനി അത് കേൾക്കാം. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ, ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ പ്രതികരണം നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. താല്പര്യമില്ല. യാദവകുലം നശിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ മൗനമായി ഇരുന്നത് പോലെ. അതിന് എന്നെ കൃഷ്ണനാക്കിയൊന്നും നോക്കണ്ട. നിങ്ങളിനി ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചാണകം വാരി എറിഞ്ഞാലും തെറി വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവാർഡുകളും അംഗീകാരം പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം വേണം, നല്ല കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വരുന്നു. 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം, ബാക്കി കേൾക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ഒരു ചാനൽ തുടങ്ങി നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ, നിങ്ങളോട് സംസാരിക്കാൻ, ഇവിടുത്തെ പല കാര്യങ്ങളിൽ ഇടപെട്ട് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഇതുപോലുള്ള രേണുസുദ്ധിയെ പോലുള്ള ചന്ത ടോപ്പിക്കുകളിൽ എടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ ഞാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. രാഷ്ട്രീയപരമായിട്ട് ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഇന്ന് രാവിലെ ആണെങ്കിൽ പോലും ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. സോ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഞാൻ പഠിക്കാൻ തുടങ്ങി. നടക്കുന്ന കാര്യങ്ങളെ പറ്റി, ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ്. സോ സോഷ്യൽ മീഡിയ എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളിലേക്കും ഒന്ന് കണ്ണോടിക്കാൻ ഞാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ചില ആളുകൾ, ഇപ്പോൾ രജിത് കുമാർ പറഞ്ഞതുപോലെ ചില ആളുകൾ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലൂടെ വൃത്തികേടിൻ്റെ അങ്ങേയറ്റം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അങ്ങേയറ്റം പൈസ കിട്ടുന്നു എന്ന് എന്ന ഒറ്റ കാരണത്താൽ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക. സത്യമല്ലേ? ഇവിടെ നാശമാർക്കാണ്? അവർക്ക് ഈ അഴിച്ചു വിടുന്ന ആളുകൾക്ക്, ഈ അഴിച്ചു കാണിച്ചും അഴിച്ചു വിട്ടും കാശ് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നവർക്ക് അതുകൊണ്ട് ഗുണമേ ഉള്ളൂ. പക്ഷേ അവരുടെ വരും തലമുറ, അവരുടെ തന്നെ വരും തലമുറ, അവരുടെ മക്കളായിക്കോട്ടെ, മക്കളുടെ മക്കളായിക്കോട്ടെ. ഇപ്പം എക്സാമ്പിൾ ഒന്ന് മാത്രം, രേണുസുധിയുടെ ഇളയ മകൻ. അവൻ നാളെ ഒരു പ്രായം എത്തുമ്പോൾ അവൻ്റെ കൂട്ടുകാർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നമ്മുടെ ലോകം മുന്നോട്ടാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞാലും, സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ പയ്യനെ ഉറപ്പായിട്ടും അവൻ്റെ കൂട്ടുകാർ കളിയാക്കില്ലേ? അപ്പോഴേ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക്, ആ മകൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ആ പയ്യനൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കത്തില്ല. പക്ഷെ ഒരു പ്രായമാവുമ്പോൾ കൂട്ടുകാരുടെ മുമ്പിൽ അവൻ നാണം കെടുന്നൊരു സമയം എത്തുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ചോദ്യം ചെയ്യും. നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലൂടെ നടക്കുന്ന ആൾക്കാർ. രേണുസുധിയൊക്കെ ചെറിയ ആളാണ്. രേണുസുധി ഒന്നും അല്ല. രേണുവിനെക്കാട്ടിലും പർപ്പിളിനെ പോലുള്ള ആളുകളെ നിങ്ങൾക്കറിയാം. എന്തോരം അവരുടെയൊക്കെ വരും തലമുറ, അവർക്കാണ് നാണക്കേട്. അന്ന് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ വരും. അത് ഉറപ്പുള്ള കാര്യമാണ്, ഉറപ്പുള്ള കാര്യം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമുക്കിനി ബാക്കി കേൾക്കാം, എന്നിട്ട് സംസാരിക്കാം. ഓർമ്മിപ്പിക്കുകയാണ്, പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും, കുറേ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല, കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ജോലിയുടെ ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് കുറേ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലെ പല പരിപാടികൾ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങൾ പേഴ്സണലായിട്ട് പല ആൾക്കാരെയും കാണിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഇതെൻ്റെ ഒരു ജോലിയാണെന്നാണ്. ഇതെന്തൊരു ജോലിയാണ്? ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ കഥ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണിക്കേണ്ട വരും. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ. ആ സിനിമയുടെ കഥ, അതിന് ചിലപ്പോൾ ചില ഇച്ചിരി എന്താ പറയുക, ഒരു തരത്തിലുള്ളൊരു ലൈംഗികത ചൊവ്വയുള്ള ചില സാധനങ്ങളൊക്കെ അങ്ങനെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ആ സിനിമയുടെ കഥ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാം, തെറ്റില്ല. അതൊരു ജോലിയാണ് അവിടെ. ഇത് സ്വന്തമായി ഒരു ചാനൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി അതിനകത്തൂടെ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടി ഓപ്ഷൻ മെറ്റ തന്നപ്പോഴത്തേക്ക് അതിനകത്തൂടെ നല്ല കണ്ടന്റ് കൊടുക്കാം. അതിന് പകരം ശരീരഭാഗങ്ങൾ കാണിച്ച് അങ്ങോട്ട് കാശുണ്ടാക്കുന്ന പരിപാടി, എന്നിട്ട് മറ്റേ നല്ല എൻ്റെ ജീവിതം എൻ്റെ ശരീരം പറയാൻ കൊള്ളാം, വേണം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് എന്തും കാണിക്കാം. പക്ഷേ ആ കാണിക്കുന്നതിനകത്തൂടെ നിങ്ങളുടെ വരും തലമുറകളെ നശിപ്പിക്കുന്ന ആ ഒരു പരിപാടിയോട് യോജിക്കാൻ പറ്റില്ല. ഈ വലിയ കഥകൾ പറയുന്ന, ഈ കാണിച്ച് കാശുണ്ടാക്കി പിന്നെ നാളെ വന്നിരുന്ന് വലിയ കഥകൾ പറയുന്നവർ ഒരിക്കൽ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികളോ അവരുടെ സ്കൂളിലോ പൊതുസമൂഹത്തിലോ അവരിറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവരുടെ കളിയാക്കൽ കൊണ്ട് അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ നിങ്ങൾക്ക് കൊള്ളൂ. സത്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്? കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. PK-യിൽ അമീർ ഖാൻ
പെർഫോം ചെയ്തത് പോലും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, ആവിഷ്കാരമാണ്. പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറേ ആൾക്കാർ. ആരാണിവർ? ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചുപേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തൻ്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണമുണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിലുണ്ടാകില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെയായിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തൻ്റെ സംസ്കാരവും തൻ്റെ കുലീനത്വവും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷമെന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മതി കൂടുതൽ വേണ്ട. വേറൊന്നും കൊണ്ടല്ല, അവസാനം പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. ഇന്ന് അങ്ങനെ കഞ്ഞി കുടിച്ച് മാത്രം രജിത് കുമാർ സാറെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ആരും അതിന് നിൽക്കില്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അന്തസ്, ആഭിജാത്യം ഇതൊന്നും വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മലയാളിക്ക് ദഹിക്കത്തില്ലെന്ന്. പിടികിട്ടിയോ? റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും കുടിച്ച് നടക്കുന്ന കാര്യമല്ല. പൈസ, ഞാൻ ഇപ്പോഴും പറയുന്നു, സോഷ്യൽ മീഡിയ വഴി സബ്സ്ക്രിപ്ഷനിലൂടെ ഒക്കെ പൈസ ഉണ്ടാക്കിക്കോ. പക്ഷേ അതൊരു വൾഗാരിറ്റിയിലേക്ക് പോകരുത്. അത്രേ ഉള്ളൂ. എന്തോരം നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യൂ, നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കൂ. റീലുകൾ, നല്ല ഡാൻസുകൾ. പക്ഷെ ഇതൊരു പരിധി വിട്ടു പൊക്കോണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞ് നമുക്കൊരിക്കലും ഇത് ഞാനിപ്പോൾ എന്നെ പോലെ ഒരു റിയാക്ഷൻ ചാനലുകാരനൊരു ഈ ഒരു സാധനം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ വന്നിട്ട് നമുക്ക് കണ്ണിക്കടിയാണ്, നമുക്ക് മറ്റേതാണ് മറിച്ചതാണെന്ന് പറയും, ഉറപ്പായിട്ടും. പക്ഷെ അത് പറയുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ പരിപാടി കഴിയുന്നു, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ 10 പേര് നിങ്ങളോട് ഇത് ചോദിക്കുക, നാണക്കേടാവുന്നു. അത് നിങ്ങൾക്ക് അപ്പോഴേ കൊള്ളത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഇല്ലേ? ഞാൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് and stay weird.